ഹലോ നമസ്കാരം. ഞാൻ കർണൻ മൂവിയുടെ സെക്കൻഡ് പാർട്ടിന്റെ ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ കർണൻ മൂവിയിലെ ഉത്തമനെ ഒരു മനുഷ്യരും മറന്നിട്ടുണ്ടാവില്ല. പ്രേക്ഷകരെല്ലാം ഒന്നോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ടോണി വന്നാൽ പിന്നെ വില്ലത്തരം സെറ്റാണെന്ന്. അതുപോലായിരുന്നു ഇതും. കാരണം കണ്ണുകൾ കൊണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വില്ലത്തരം കാണിച്ചു തന്ന ഒരു ഫസ്റ്റ് പാർട്ടിന് ശേഷം ഞാൻ കർണൻ 2ന്റെ സെറ്റിൽ എത്തുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. നമ്മുടെ മലയാള സിനിമയിലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർ മിസ്റ്റർ ടോണിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം ഞാൻ കർണൻ 2ന്റെ വിശേഷങ്ങൾ. പറയൂ ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ കർണൻ ഫസ്റ്റും ഞാൻ കർണൻ സെക്കൻഡും? ഫസ്റ്റ് തന്നെ വിളിക്കുമ്പോ എന്റെ കഥാപാത്രം ഉത്തമൻ എന്ന കഥാപാത്രമാണ്. ഒരു കുറച്ച് വില്ലനിസം ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതിന്റെ സബ്ജക്റ്റ് ഞാൻ ഇതിനു മുമ്പ് കേട്ടു. അങ്ങനെ കേട്ടപ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ എന്നോട് ഈ കഥ പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ട് എൻ്റെ മനസ്സിൽ തോന്നി ഇതൊരു ഹിറ്റാവുന്നൊരു സംഭവം. അങ്ങനെ ഫസ്റ്റ് പാർട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 3.2 മില്യൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന്റെ സെക്കൻഡ് 2 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മളിവിടെ എറണാകുളത്ത് തുടങ്ങുന്നത്. അതേ ക്യാരക്ടർ തന്നെയാണ്, ഉത്തമൻ എന്ന കഥാപാത്രം തന്നെയാണ്. നെഗറ്റീവ് കുറച്ച് ഷെയ്ഡുണ്ട്, എന്നാലും ഒരു കുറച്ച് ഗൗരവമുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. തീർച്ചയായിട്ടും ഫസ്റ്റ് പാർട്ടിനേക്കാൾ കുറച്ചും കൂടി ടെക്നിക്കലായിട്ടും സബ്ജക്ട് ബേസും കുറച്ചും കൂടി ഒരു അപ്പൊ അങ്ങനെ പോകുന്നു. പിന്നെ ടെക്നിക്കലായിട്ട് കുറെ മാറിയിട്ടുണ്ട്, ക്യാമറ പിന്നെ ബാക്കി എല്ലാം മാറി. അപ്പൊ കുറച്ചും കൂടി മനോഹരമായിരിക്കും ഈ കർണൻ 2. മലയാള സിനിമയിലെ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് എത്രത്തോളം നമ്മുടെ ഈ ഒരു കഥാപാത്രത്തിന് മനസ്സിൽ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു ഉത്തമൻ ചെയ്യുമ്പോൾ? ഞാൻ സിനിമകളിലൊക്കെ കുറെ ഏകദേശം ഒരു പരിക്കൻ മാട്ടുപട്ടി മച്ചാൻ കുറെ ഇതുപോലെ പരിക്കൻ. പക്ഷെ ഇതൊരു അങ്ങനെ ഒരു പരിക്കൻ അല്ല. അമ്മയും മകനുമായിട്ടുള്ള ഒരു ബന്ധം, അച്ഛനുമായിട്ടുള്ള ബന്ധം, പിന്നെ അങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോകുന്ന ഒരു എന്നാൽ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ഉറപ്പായിട്ടും. അതെല്ലാ സിനിമകളിലും ഒരു വില്ലനസ് ഉണ്ടല്ലോ. അതാണ്. ഓക്കെ, ഈ സെക്കൻഡിൽ വരുമ്പോ, കാരണം ഞാൻ കർണൻ 2 വരുമ്പോ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, പാർട്ട് 1നേക്കാൾ കുറച്ചും കൂടി സാങ്കേതികവും പിന്നെ ടെക്നിക്കലായിട്ടും എല്ലാം കഥയിലും ആർട്ടിസ്റ്റ് ബേസ് ആയാലും ഒരുപാട് മാറ്റങ്ങൾ. അതായത് 2 വർഷം മുമ്പ് കഴിഞ്ഞൊരു സംഭവമാണ് കർണൻ ഫസ്റ്റ്. സെക്കൻഡ് ആകുമ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു. തീർച്ചയായിട്ടും ഇതിലെ കഥയാണ് ഇതിന്റെ പ്രധാനം. പിന്നെ ബാക്കി എല്ലാവരും ഇതിന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാം നന്നായിട്ട് കഠിനമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കർണൻ 2 ഒരു വമ്പൻ ഹിറ്റായി തീരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ കർണൻ 2 മൂവി 1 ഹിറ്റ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം ചേട്ടന്റെ കരിയറിനും ഒരു ഓൾ ദി ബെസ്റ്റ് ഫ്രം അവർ ക്രൂ. താങ്ക് യു.